കമിഴ്ന്നു കിടന്നുറങ്ങുന്ന ശ്യാമിനെ അവൾ ഒന്നുകൂടി നോക്കി. ഫാനിന്റെ കാറ്റിൽ ആ നൈറ്റിയിലേക്ക് മുടിയിഴകൾ വീണ് കിടപ്പുണ്ട്. സ്നേഹത്തോടെ പതിയെ ആ മുടിയിഴകൾ മാടി ഒതുക്കിയിട്ട് ആനി അടുക്കളയിലേക്ക് നടന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എണീക്കാൻ പതിവിലും വൈകി. അല്ലെങ്കിലും ഞായറാഴ്ചകൾ ആഘോഷത്തിൻ്റെതാണ്. താൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും ശ്യാം നല്ല പോത്തിറച്ചി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. ശ്യാം തന്നെയാണ് അത് വൃത്തിയാക്കി കഴുകി നുറുക്കി തരുന്നത്. എന്നിട്ട് പറയും, പെണ്ണെ ഇത്ര എനിക്കറിയൂ, ബാക്കി നീ നോക്കണേ എന്ന്. പാചകം കഴിയുന്നത് വരെ ശ്യാം അടുക്കളയിൽ തന്നെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായെങ്കിലും പ്രണയത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. തൊട്ടും തലോടിയും കുസൃതി കാണിച്ചും കൂടെ ഉണ്ടാവും. ഞായറാഴ്ച തനിക്ക് മാത്രമായി മാറ്റിവെക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോയി വന്നാൽ പിന്നെ കൂട്ടുകാർക്കൊപ്പം അല്പനേരം സിറ്റിയിൽ പോയിരിക്കുന്ന പതിവുണ്ട് ശ്യാമിന്. എന്നാലും ഒത്തിരി രാത്രിയാകും മുൻപേ വീട്ടിൽ വരും. അവൾ വളരെ പെട്ടെന്ന് ജോലികൾ ഒതുക്കി ശ്യാമിനെ വിളിച്ചുണർത്തി. ഞാൻ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ നീണ്ട മൂക്ക് പിടിച്ച് ഒരു കിഴുകും കൊടുത്തിട്ട് അവൾ പള്ളിയിലേക്ക് നടന്നു. അവരുടെ വീട്ടിൽ നിന്നും കുറച്ചപ്പുറത്ത് മാറിയാണ് കല്യാണിയുടെ വീട്. നിറയെ ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെറിയ ഓടിട്ട വീടാണ് അവളുടേത്. അവളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ആനി അനിഷ്ടത്തോടെ ഒന്ന് കാരത്തുപ്പി. ആ നാട്ടിലെ അതിസുന്ദരിയാണ് കല്യാണി. പല മാന്യന്മാരും രാത്രി അവളുടെ വീട് തിരക്കി വരാറുണ്ട്. പലരും അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആനി പലവട്ടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനി ആ വീടുമായി ഒരടുപ്പവും ഉണ്ടാക്കിയിരുന്നില്ല. മാത്രമല്ല, കല്യാണി എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവൾ മറുപടി പറയാൻ കൂടി കൂട്ടാക്കിയിരുന്നില്ല. നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തെങ്കിലും മാന്യമായ ജോലി നോക്കി ജീവിക്കാൻ പാടില്ല ഇവറ്റകൾക്ക് എന്നാണ് ആനിയുടെ പക്ഷം. ഒന്നുമില്ലേലും ഒരു വയസ്സായ ഒരു കുഞ്ഞുള്ളതല്ലേ, അത് വളർന്നു വരുമ്പോൾ അതിനെ നാണക്കേടാകില്ലേ? ആനി പുച്ഛത്തോടെ ആ വീടിന് നേർക്ക് നോക്കിയിട്ട് ധൃതിയിൽ പള്ളിയിലേക്ക് നടന്നു. ആനി പള്ളിയിൽ നിന്നും എത്തിയപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും പതിവുള്ള പോലെ ശ്യാം അടുക്കളയിൽ തിരക്കിട്ട് പണിയിലായിരുന്നു. ശ്യാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ആനി വെപ്രാളത്തോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി? ആ കണ്ണുകൾ നിറയുന്നത് അവൾക്ക് തീരെ സഹിക്കില്ല. ഒന്നുമില്ല പെണ്ണേ, ഉള്ളി അരിഞ്ഞതാ. ഇതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യാറുന്നില്ലേ? എല്ലാ ദിവസവും നീ തന്നെയല്ലേ പണി ചെയ്യാറ്? ഒരു ദിവസമെങ്കിലും ഞാൻ സഹായിക്കണ്ടേ? വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം ജോലികളൊക്കെ. അല്ലെങ്കിലും ശ്യാം അടുക്കളയിൽ നിന്നാൽ എനിക്ക് ഇരട്ടി പണി ഉണ്ടാകും. ഇപ്പോൾ പോയാട്ടെ, നല്ല കിടിലൻ ബീഫ് ഫ്രൈയും കറിയുമായി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അതെനിക്കറിയാം, നീ കിടിലൻ പാചകക്കാരിയാണെന്ന്. അതിനല്ലേ ഒരു കോട്ടയക്കാരി നസ്രാണിയെ തന്നെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്. ഓ, ബാക്കിയുള്ള നാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും പാചകം അറിയില്ല എന്നായിരിക്കും. അങ്ങനല്ലടി. എന്നാലും ഈ പാചകവും വാചകവും പിന്നെ 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 എല്ലാം കൊണ്ടും നീ ഒരു മിടുക്കി ആടി. അയാൾ കുസൃതിയോടെ അവളുടെ മുഖത്ത് മുഖമുരസി. ഒന്ന് പൊക്കോണം കേട്ടോ, അവൾ പറഞ്ഞു. അയാൾ ചിരിയോടെ മുറിയിലേക്ക് നടന്നു. തൻ്റെ ഭാഗ്യമാണ് ആനി. 3 വർഷം മുൻപ് താൻ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് അവളെ ആദ്യമായി കണ്ടത്. എടി എന്ന് വിളിച്ചാൽ എന്താടാ എന്ന് ചോദിക്കുന്ന ഒരു കാന്താരി. നാട്ടിലെ പേരുകേട്ട പ്രമാണിയായ ഈപ്പച്ചൻ്റെ ഏക മകളാണെന്ന് കൂടി മനസ്സിലായതോടുകൂടി ഹിന്ദുവായ തനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് കരുതിയത്. എന്നാലും അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ചോദിക്കാനാണ് അവൾ പറഞ്ഞത്. അവളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ തനിക്ക് ആകുമായിരുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവളുടെ ഡാഡിയോട് അവളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു. മുഖമടച്ചൊരടിയായിരിക്കും കിട്ടുന്നത് എന്ന് കരുതിയെങ്കിലും അദ്ദേഹം പറഞ്ഞത് ജാതിയും മതവും മനുഷ്യർക്കിടയിൽ ഒരു തടസ്സമാവരുത് എന്നാണ്. ആ മനുഷ്യനെ താൻ അന്ന് അറിയിക്കുകയായിരുന്നു. മതം പറഞ്ഞ മക്കളുടെ ഇഷ്ടത്തിനും നേരെ കണ്ണടയ്ക്കുമെന്ന് കരുതിയ തനിക്ക് തെറ്റുപറ്റി. 2 വർഷം മുൻപ് അവളെ സ്വന്തമാക്കിയ ശേഷമാണ് ഈ വീടുണർന്നത്. തന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടായത്. വല്ലപ്പോഴും ചില ഞായറാഴ്ചകളിൽ മാത്രം താൻ അല്പം കള്ളു കുടിക്കും. സത്യം പറഞ്ഞാൽ ഒരുപാട് മദ്യപിക്കാൻ തനിക്ക് സാധിക്കില്ല. 2 ഗ്ലാസ്സാണ് തൻ്റെ ശീലം. ചെത്തിയിറക്കിയ ഉടനെ സുഹൃത്തായ വിനോദ് ഒരു കുപ്പി തനിക്കായി മാറ്റിവെക്കും. ഇടയ്ക്ക് അവൾക്കും താൻ അല്പം കൊടുക്കാറുണ്ട്. അന്നേരം അവളെ ഒന്ന് കാണണം. എപ്പോഴും മുഖത്ത് ചിരിയാണ്. പിന്നെ പതിവില്ലാത്ത സ്നേഹമാണ് പെണ്ണിന് തന്നോട്. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. നേരം പതിയെ ഇരുണ്ടു തുടങ്ങിയപ്പോഴാണ് അയൽപ്പക്കത്തെ മേരി ചേച്ചി ഓടി വന്നത്. നിങ്ങൾ അറിഞ്ഞോ, ആ കല്യാണി മരിച്ചെന്ന്? അറ്റാക്കായിരുന്നു. അയ്യോ, എപ്പോഴായിരുന്നു? അറിഞ്ഞില്ലല്ലോ. കുറച്ചു നേരമേ ആയുള്ളൂ. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. നമുക്കൊന്ന് പോയിട്ട് വരാം. ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല. എനിക്ക് മരിച്ചവരെ കാണുമ്പോൾ വല്ലാത്ത ഭയമാണ്, ആനി പറഞ്ഞു. നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം, ശ്യാം പറഞ്ഞു. വേഗം വരണോട്ടോ, എനിക്ക് പേടിയാണ് ഒറ്റയ്ക്കിരിക്കാൻ. വേഗം വരാം. ശ്യാം പോയതും ആനി മുറ്റത്തുനിന്ന് മുറിയിലേക്ക് കയറി. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഇരുട്ടിനോടെന്നും അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ആരുമില്ലെങ്കിൽ കൂടി മരണവാർത്ത അറിഞ്ഞാൽ വല്ലാത്തൊരാകുലതയാണ് മനസ്സിൽ. കല്യാണിയോട് ഒരിക്കൽ പോലും താൻ മിണ്ടിയിട്ടില്ല.
അവളോട് എന്തോ വല്ലാത്തൊരു വെറുപ്പായിരുന്നു. നല്ല പൊക്കമുള്ള, ആരും നോക്കിപ്പോകുന്ന മുഖഭംഗിയുള്ള, നല്ല ആകാരവടിവുള്ള അതിസുന്ദരിയായിരുന്നു കല്യാണി. 5 അടി 2 ഇഞ്ച് മാത്രം പൊക്കമുള്ള അവളോളം സൗന്ദര്യമില്ലാത്ത തനിക്ക് അവളോട് ഇത്തിരി അസൂയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടോ അവൾ മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം. അല്ലെങ്കിലും മരിച്ചു കഴിയുമ്പോഴാണല്ലോ മനുഷ്യർക്ക് സ്നേഹം തോന്നുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാൻ മറക്കുകയും ചെയ്യും. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൾ പതിയെ മയങ്ങി തുടങ്ങിയിരുന്നു. ആനി എന്ന വിളിയൊച്ച കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. ശ്യാമാണ്. കയ്യിലൊരു കുഞ്ഞുമുണ്ട്. ആനി, ഇത് കല്യാണിയുടെ കുട്ടിയാണ്. ഒരു മരണം നടന്ന വീടായിട്ട് കൂടി അധികം ആളുകളൊന്നുമില്ല. ഈ കുഞ്ഞൊരു ബാധ്യതയാകുമെന്ന് കരുതിയാവാം ആരും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു. ശ്യാം എന്തിനാ ഈ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ ബന്ധുക്കൾ ആരെങ്കിലും കുട്ടി ഏറ്റെടുത്തോളും. അധികം ബന്ധുക്കളൊന്നും കല്യാണിക്കില്ല. മാത്രമല്ല വന്നവർ ആരും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അതുകൊണ്ട് ആനി, ഇതൊരു ചെറിയ കുഞ്ഞല്ലേ, അതിനെ ശ്യാം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവളൊരു ബാധ്യതയായി മാറും. അതുകൊണ്ട് ശ്യാം വേഗം ഇതിനെ കൊണ്ടുവിട്. ഒരു സ്ത്രീയായ നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഇങ്ങനൊക്കെ? ആരുമില്ലാത്തൊരു കുഞ്ഞല്ലേ ഇത്. ആരുമില്ലാത്തവർക്ക് വേണ്ടി എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഈ നാട്ടിൽ. അവിടെ കൊണ്ടാക്കിക്കോളൂ അവർ. മതി പറഞ്ഞത്. അയാൾ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. അയാളുടെ മുഖം ദേഷ്യത്താൽ ചെറുതായി വിറയ്ക്കുന്നുണ്ട്. ഇത്രയ്ക്കും ദേഷ്യം തോന്നാൻ ഇത് ശ്യാമിന്റെ കുഞ്ഞാണോ? അവൾ ഉറക്കെ ചോദിച്ചു കഴിഞ്ഞതും അവളുടെ മുഖത്ത് അയാളുടെ കരുത്തുറ്റ കൈത്തലം പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. പുലർച്ചെ കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് അയാൾ ഉണർന്നു. ആന അടുത്ത മുറിയിൽ കട്ടിലിൽ കിടപ്പുണ്ട്. അടിച്ചത് തീരെ ശരിയായില്ല. അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. കുഞ്ഞിന് ബിസ്ക്കറ്റ് പാലിൽ കുതിർത്ത് കൊടുത്തതിന് ശേഷം അയാൾ ആനയുടെ അടുത്ത് ചെന്നു. ആനി, പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. അറിയാതെ പറ്റിപ്പോയതാണ്. ആനി ഒന്നും പറഞ്ഞില്ല. അയാളെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. അയാൾക്ക് മനസ്സിലായി അവൾ ദേഷ്യത്തിലാണെന്ന്. അയാൾ കുഞ്ഞിനെയും കൊണ്ട് കല്യാണിയുടെ വീട്ടിലേക്ക് ചെന്നു. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുക്കുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി. പക്ഷെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടും ആരും കുഞ്ഞിനെ ഏറ്റെടുത്തില്ല. മാത്രമല്ല കുഞ്ഞിനെ സ്വീകരിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചാകണം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. അതോടെ ആ കുഞ്ഞിനെ ആർക്കും ആവശ്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തുമ്പോൾ ആനി അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ പിണങ്ങി വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അയാൾ ഊഹിച്ചു. അയാൾ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ അവളുടെ ഡാഡിയെ വിളിച്ചു നോക്കി. അവൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. മുൻകോപം അവൾക്ക് കൂടുതലാണ്. ഒറ്റ ബുദ്ധിക്ക് എന്ത് ചെയ്യുമെന്ന് അവൾക്ക് തന്നെ അറിയില്ല. 2 ദിവസം കഴിഞ്ഞു. കുഞ്ഞായരോട് നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. ആനയില്ലാത്ത വീട്ടിൽ അയാൾക്ക് വല്ലാത്ത ശൂന്യത തോന്നി. പലവട്ടം അവളെ വിളിച്ചു നോക്കിയെങ്കിലും അപ്പോഴെല്ലാം ഫോൺ ഓഫായിരുന്നു. അവളുടെ സ്നേഹവും ദേഷ്യവും വാശിയും കുറുമ്പും ഒന്നുമില്ലാതെ തനിക്ക് കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അയാൾ അവളുടെ വീട്ടിലേക്ക് ചെന്നു. ഡാഡി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്യാമിനെ കണ്ട് അയാൾ അടുത്തേക്ക് വന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോൾ നാട്ടിലെ സംസാരം ഈ കുഞ്ഞ് ശ്യാമിൻ്റെതാണ് എന്നാണ്. അതുകൊണ്ടാണത്രേ ശ്യാം കുഞ്ഞിനെ ഏറ്റെടുത്തത് എന്ന്. ആളുകൾക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ മേലാത്തത്? ഞാൻ ആനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. അവൾ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. വന്നപ്പോൾ മുതൽ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വാശിക്കൊട്ടും പിറകിലല്ലോ അവൾ. കുഞ്ഞിനെ ഇങ്ങതാ. അയാൾ വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്തു. ശ്യാം മുറിയിൽ ചെല്ലുമ്പോൾ ആനി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. മുടിയിഴകൾ പാറിപ്പറന്ന് കണ്ണുനീർ ഉണങ്ങിയ മുഖത്ത് പറ്റി പിടിച്ചിരിക്കുകയാണ്. എന്താ കോലാടിയത്? വാ, നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ വരുന്നില്ല. നീ എന്താ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞത്? അന്നേരം അറിയാതെ അടിച്ചു പോയതല്ലേ. എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. ആനി, അയാൾ മുഖം തനിക്ക് നേരെ പിടിച്ചു. നിനക്കറിയോ, എന്നെ വളർത്തിയ ഞാൻ അച്ഛയെന്ന് വിളിച്ചിരുന്ന ബാലൻ മാഷ് എൻ്റെ അച്ഛനല്ല. വഴിയരികിൽ മരിച്ചു കിടന്ന ഒരു തെരുവ് പെണ്ണിനെ നെഞ്ചിൽ കിടന്ന് അമ്മിഞ്ഞപ്പാലിനായി കരയുന്ന ഒരു 1.5 വയസ്സുകാരനെ തെരുവു പട്ടികൾ കടിച്ചു കയറി കൊല്ലും മുന്നേ അദ്ദേഹം എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹമാണ് എന്നെ മകനെ പോലെ വളർത്തിയത്. ആ വലിയ മനുഷ്യൻ അന്നെന്നെ കണ്ടില്ലെന്ന് നടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് കല്യാണിയുടെ 1 വയസ്സുള്ള ആ കുഞ്ഞിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. ഇനി നീ പറ, ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതൊന്നും എന്നോട് ശ്യാം പറഞ്ഞില്ലല്ലോ ഇതുവരെയും. ശരിയാണ്, ഞാൻ പറഞ്ഞില്ല. ഞാൻ ബാലൻ മാഷിൻ്റെ മകനായിട്ടാണ് വളർന്നത്. എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് ആ വലിയ മനുഷ്യനാണ്. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഒരു വിവാഹം കഴിക്കാൻ പോലും അദ്ദേഹം മറന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്ന് എങ്ങനെയാ പറയുന്നത്? അവൾ അയാളെ മുറുകെ പുണർന്നു. എന്നോട് ക്ഷമിക്ക് ശ്യാം, എനിക്ക് തെറ്റുപറ്റിപ്പോയി.
ഡാഡി കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് കടന്നു വന്നു. ആഹാ, പിണക്കൊക്കെ മാറി രണ്ടാളുടെയും. അവൾ കുഞ്ഞിനെ അയാളിൽ നിന്നും വാരിയെടുത്തു. മോളെ, ശ്യാം ചെയ്തത് തന്നെയാണ് ശരി. ഒരു മനുഷ്യജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ എന്ത് പുണ്യമാണ് കിട്ടുന്നത്. കുട്ടി അവളിൽ നിന്നും അയാളുടെ നേർക്ക് കൈനീട്ടി കരയുവാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ ഒരമ്മ മനസ്സുണരുകയും അവൾ കുഞ്ഞിനെ തുരുത്തുരെ ഉമ്മ വയ്ക്കുകയും ചെയ്തു. അവളുടെ നിറഞ്ഞൊഴുകിയ കണ്ണുകളും സ്നേഹചുംബനങ്ങളും കണ്ടിട്ടാവണം കുഞ്ഞെ കരച്ചിൽ നിർത്തി. എങ്കിലും ആ ചെറിയ ചുണ്ടുകൾ വിതുമ്പലിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ ഒന്നുകൂടി സ്നേഹവാത്സല്യത്തോടെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.